മനുഷ്യൻ്റെ കൂട്ടത്തിൽ ആദ്യമായി കല്യാണം കഴിച്ച ആൾ ആദൻ നബി അലൈഹി ഇസ്ലാമാണ്. അപ്പോൾ ആദ്യത്തെ പുതിയാപ്പള ആദൻ നബിയാണ്. ആദ്യത്തെ പുതിയണ്ണ് ഹവ്വാ ബീവിയാണ് റളിയല്ലാഹു അൻഹ. അമ്പിയാക്കളിൽ കല്യാണം കഴിക്കാത്തത് ആകെ ഒരു നബി മാത്രമേ ഉള്ളൂ, ഈസാ നബി അലൈഹി ഇസ്ലാമാണത്. ഈസാ നബി വിവാഹം കഴിക്കുന്നതിൻ്റെ മുമ്പായി ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ടെന്നും ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായി ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വരുമെന്നും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ മുമ്പ് ഈസാ നബി ഇറങ്ങി വന്നാൽ വിവാഹം കഴിക്കുമെന്നാണ്, അതിൽ മക്കളുണ്ടാകുമെന്നാണ്. അങ്ങനെ ഈസാ നബി അലൈഹി ഇസ്ലാം മരണപ്പെട്ടാൽ മദീനയിൽ റൗള ഷരീഫിൻ്റെ അടുക്കൽ മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ മറവ് ചെയ്യുമെന്നാണ്. അതോടുകൂടി ലോകത്ത് വന്ന 1,24,000 അമ്പിയാക്കളും വിവാഹം കഴിച്ചവരായി മാറും. അമ്പിയാക്കളിൽ മക്കളുള്ളവരും മക്കളില്ലാത്തവരും ഉണ്ടായിട്ടുണ്ട്. ഭൂരിഭാഗം അമ്പിയാക്കളും മക്കളുള്ളവരാണ്. ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമികമായ കുടുംബജീവിതത്തിൻ്റെ കാഴ്ചപ്പാട്. സോഷ്യോളജിയുടെ കാഴ്ചപ്പാടനുസരിച്ച് ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ആദ്യം കല്യാണം കഴിച്ചത് ആദൻ നബിയാണ്, ഹവ്വാ ബീവിയാണ് പുതിയണ്ണ്. സോഷ്യോളജിയുടെ കാഴ്ചപ്പാടനുസരിച്ച് ആദിമ മനുഷ്യന്മാർ ഭൂമിയിൽ ഒറ്റക്കൊറ്റക്ക് ജീവിക്കുന്നവർ ആയിരുന്നു. അവർ സഞ്ചാരികളാണ്. ആദ്യത്തെ മനുഷ്യന്മാർ ഏതെങ്കിലും ഒരു നാട്ടിൽ ചെല്ലും, ആ നാട്ടിലെ കായ്ക്കനികൾ പറിച്ചു തിന്നും. ആദിമ മനുഷ്യന്മാർ സസ്യബുക്കുകളാണ്, അഥവാ മാംസാഹാരം കഴിക്കാതെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കായ്കളും ഇലകളും കഴിച്ച് ജീവിച്ചിരുന്നവരാണ്. പിന്നീട് മത്സ്യം കഴിക്കാൻ തുടങ്ങി, പിന്നീട് മാംസം കഴിക്കാൻ തുടങ്ങി. ആദിമ മനുഷ്യർ സസ്യബുക്കുകളായിരുന്നു എന്നാണ്. അപ്പോൾ ഒരു നാട്ടിൽ ചെല്ലും, ആ നാട്ടിലെ കായ്കളെയും കനികളെയും ഒക്കെ പറിച്ചു തിന്നും. അത് കഴിഞ്ഞാൽ അടുത്ത നാട്ടിലേക്ക് പോകും. അങ്ങനെ അവിടുന്ന് തിന്നും, അവിടുത്തെ കഴിയുമ്പോൾ അടുത്ത നാട്ടിലേക്ക് പോകും. അങ്ങനെ അവരിങ്ങനെ സഞ്ചരിച്ചു പോവുകയായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ, ഇതൊന്നും ഈമാൻ കാര്യമൊന്നുമല്ല, സോഷ്യോളജി പറയണത് ഇങ്ങനെയാണെന്ന് പറയാണ്, വിശ്വസിക്കൊന്നും വേണമെന്നില്ല. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വിഭവങ്ങൾ കുറഞ്ഞു വന്നതിനാൽ മനുഷ്യന്മാർ പരസ്പരം സഹകരിച്ച് ജീവിക്കാൻ തുടങ്ങി. ആദ്യം സഹകരിക്കുന്നതിൻ്റെ മുമ്പ് ചില ആളുകൾ കർഷകന്മാരായി, ചില ആളുകൾ കർഷകന്മാർക്ക് ആവശ്യമായ പാത്രങ്ങൾ ഉണ്ടാക്കുന്നവരായി, മറ്റു ചില ആളുകൾ കൊയ്യുന്നവരായി, ചിലർ മെതിക്കുന്നവരായി, ചില ആളുകൾ അത് അരിയാക്കുന്നവരായി, ചില ആളുകൾ മരത്തുമ കയറുന്നവരായി, ചില ആളുകൾ കൃഷി ചെയ്യുന്നവരായി. അങ്ങനെ ലോകത്ത് വിവിധങ്ങളായ വർഗങ്ങൾ വന്നു. വീണ്ടും ഭൂമിയിൽ വിഭവങ്ങൾ കുറഞ്ഞു വന്നപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി പരസ്പരം സഹകരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കുടുംബജീവിതവും വിവാഹബന്ധവും ലോകത്ത് വന്നത് എന്നതാണ് സോഷ്യോളജിയുടെ കാഴ്ചപ്പാട്. സോഷ്യോളജിയുടെ കാഴ്ചപ്പാടും ഇസ്ലാമിക കാഴ്ചപ്പാടും കൂട്ടിയോജിക്കുമ്പോൾ ഇങ്ങനൊന്നും ആകണേന് നമുക്ക് വിരോധമൊന്നുമില്ല. നമ്മളെ വാപ്പ ആദൻ നബിയാണ്, നമ്മളമ്മ ഹവ്വാ ബീവിയാണ്, ബാക്കി എന്തായാലും കുഴപ്പമില്ല എന്നതാണ് നമ്മളെ കാഴ്ചപ്പാട്. കുരങ്ങിനും മനുഷ്യനും പൂർവപിതാവായ ഒരു ചിമ്പാൻസി ഉണ്ടായിരുന്നു എന്ന് സയൻസ് പറയുന്നുണ്ട്. നമ്മൾ പറയണത് അങ്ങനെ ഉണ്ടാകണേന് നമുക്ക് കുഴപ്പമൊന്നുമില്ല, ആ കുരങ്ങ നമ്മളെ വാപ്പല്ല, നമ്മളെ വാപ്പ ആദൻ നബിയാണെന്നുള്ളിടത്താണ് വ്യത്യാസം. കുരങ്ങിനും മനുഷ്യനും പൂർവ്വപിതാവിയായ ഒരു ചിമ്പാൻസിയോ 100 ചിമ്പാൻസിയോ ഉണ്ടാകണേന് നമുക്ക് എതിരൊന്നുമില്ല. നമ്മളെ വാപ്പ പറഞ്ഞ സാധനമല്ല, നമ്മളെ വാപ്പ ആദൻ നബിയാണ് അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദൻ നബി അലൈഹി ഇസ്ലാമിനെ മണ്ണിലാലാണ് പടച്ചത്. അത് സ്വർഗത്തിൻ്റെ ചെരുവിൽ വെച്ചായിരുന്നു. അവിടെ നിന്ന് ആദൻ നബിക്ക് അള്ളാഹു റൂഹിനെ ഊതി. അങ്ങനെ ആദൻ നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ ജീവിച്ചു. ആദൻ നബി സ്വർഗത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഉറങ്ങുന്ന സമയത്ത് തൻ്റെ വാരിയെല്ലെടുത്ത്
ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയെ പടച്ചു. ഉറക്കിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോൾ സുന്ദരിയായ ഒരു പെണ്ണിരിക്കുന്നത് കണ്ടു. മൻ അൻതി വലിമൻ അൻതി എന്ന് ആദം നബി അലൈഹിസ്സലാം ചോദിച്ചു. നീ ആരാണെന്നും നീ ആർക്കുള്ളതാണെന്നും ചോദിച്ചപ്പോൾ ഞാൻ ഹവ്വ. അപ്പം അങ്ങനെ സ്വർഗത്തിൽ ഈ ഫാനൊന്ന് ഓഫാക്കിയാൽ ലേശം ശബ്ദത്തിൻ്റെ പ്രശ്നം തീരും. എൻ്റെ മേലുള്ളത് മാത്രം, ബാക്കിയൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ. അതിന് മാത്രം ഒരു സ്വിച്ച് ഉണ്ടോയെന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ അതിൻ്റെ ഒപ്പമുള്ളതൊക്കെ ഓഫാവും. ഒരു യാനബി എല്ലാവരും ചെല്ലിയാൽ ഒരു ഉഷാറാവും. എൻ്റെ ഒപ്പട്ടോ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാം ഉറക്കത്തിൽ നിന്ന് ഉറന്നു നോക്കുമ്പോൾ ഒരു സ്ത്രീ അടുത്തിരിക്കുന്നത് കണ്ടു. അപ്പം മൻ അൻതി വലിമൻ അൻതി എന്ന് ചോദിച്ചു എന്നാണ്. മൻ അൻതി നീ ആരാണ്, വലിമൻ അൻതി നീ ആർക്കുള്ളതാണ് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു ഞാൻ ഹവ്വയാണ്, നിങ്ങൾക്കുള്ള തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പം ആദം നബി അലൈഹി ഇസ്ലാം എന്നാൽ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു അങ്ങനെ പെണ്ണുങ്ങൾ അങ്ങോട്ട് ചെല്ലലല്ല, നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി എന്ന് പറഞ്ഞു. അങ്ങനെ ആദം നബി അലൈഹി ഇസ്ലാം അങ്ങോട്ട് എഴുന്നേറ്റ് ചെന്നത് മുതലാണ് പെണ്ണ് കാണാൻ പോവൽ തുടങ്ങിയത്. പെണ്ണുങ്ങൾ അങ്ങോട്ട് അന്വേഷിച്ചാണല്ലോ പോവുക. ഇനിയിത് സ്വർഗത്തിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സ്വർഗത്തിൽ ആണ് കാണലാണ്, ദുന്യാവിൽ പെണ്ണ് കാണലാണ്. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ദുനിയാവിൽ വെച്ച് ഒരു പെണ്ണിനെ 2 പുരുഷന്മാർ കല്യാണം കഴിച്ചിരുന്നു എന്ന് വിചാരിക്കുക. ആദ്യം ഒരാൾ കെട്ടി, അയാൾ മരണപ്പെട്ടു, പിന്നെ രണ്ടാമതൊരാൾ കല്യാണം കഴിച്ചാൽ സ്വർഗത്തിൽ ഏത് ഭാര്യയുടെ കൂടെയായിരിക്കും ആ ഭർത്താവ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഏത് ഭർത്താവിൻ്റെ കൂടെയാണ് ആ ഭാര്യ ജീവിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു, ഉമ്മു സലമ, സ്വഭാവത്താൽ ഏറ്റവും നന്നായത് ആരാണോ അയാളെ നീ തിരഞ്ഞെടുക്കുകയായിരിക്കും എന്ന് പറഞ്ഞു. ദുന്യാവിൽ പെണ്ണിനെ തിരഞ്ഞെടുക്കലാണ്, സ്വർഗത്തിൽ ആണിനെ തിരഞ്ഞെടുക്കലാണ്. നല്ല സ്വഭാവത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അയാളെ തിരഞ്ഞെടുക്കും. ആ ഹദീസിൽ 2 അർത്ഥമുണ്ട്. ഉമ്മു സലമ, സ്വഭാവത്താൽ ഏറ്റവും നന്നായി നിന്നോട് പെരുമാറിയ ആളെ നീ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞാൽ ഒന്ന് സൽസ്വഭാവികളായ ഭാര്യ ഭർത്താക്കന്മാരാണ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളത് തന്നെയാണ് ഒരർത്ഥം. രണ്ടാമത്തെ ഒരർത്ഥം ഉമ്മു സലമ നീ എന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. കാരണം ഉമ്മു സലമ ബീവിൻ്റെ രണ്ടാമത്തെ ഭർത്താവ് മുത്തുനബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഭാവത്താൽ ഏറ്റവും നന്നായ ആളെ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിൽ ഏറ്റവും മുമ്പന്തിയിലുള്ളത് മുത്തുനബി തന്നെ ആയിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതിന് 2 അർത്ഥമുണ്ട്. ഒന്ന്, സ്വർഗത്തിൽ സൽസ്വഭാവികളെ സ്ത്രീകൾ തിരഞ്ഞെടുക്കലാണ് ഉണ്ടാവുക. 2, നീ സ്വർഗത്തിൽ എന്നെ തിരഞ്ഞെടുക്കും, എൻ്റെ കൂടെ തന്നെ ഇക്കാരഞ്ച് സ്വർഗത്തിൽ എന്നൊരർത്ഥവും അതിനുണ്ട് എന്ന്. ഇങ്ങനെ 2 അർത്ഥമാണ്.